السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. എറണാകുളം ജില്ലയുടെ ഒരുപാട് ദിനങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഒത്തുകൂടലായിട്ടുള്ള ഈ ഫാമിലി കോൺഫറൻസ് 10-ലധികം വരുന്ന വലിയ കോൺഫറൻസുകൾ നടന്നു കഴിഞ്ഞു. ഇന്ന് കാസർഗോഡ്, കാഞ്ഞങ്ങാട് ഇതേപോലെയുള്ള ഒരു സമ്മേളനം സംഘടിപ്പിക്കപ്പെടുകയും നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇവിടെ ഇരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദം യാദർശികമായോ ബോധപൂർവമോ കേൾക്കുന്ന ഇതിൻ്റെ പരിസരവാസികളായിട്ടുള്ള സഹൃദയരെ, വേദിയെ ധന്യമാക്കിയിട്ടുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിവിധ ഘടകങ്ങളെ പ്രതിദാനം ചെയ്യുന്ന നേതാക്കന്മാരെ, ഭാരവാഹികളെ, സംതൃപ്ത കുടുംബം സാധ്യമാണ് എന്നൊരു ഉജ്ജ്വലമായ പ്രസ്താവന ഈ പ്രസ്ഥാനം ഇവിടെ നടത്തുകയാണ്. ഇവിടെ ഇരിക്കുന്ന കുടുംബിനികളോട്, സഹോദരന്മാരോട്, മാതാപിതാക്കളോട്, മക്കളോട്, ഭാര്യമാരോട്, മരുമക്കളോട്, ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ മുമ്പ് സംസാരിച്ച കുടുംബം നയിച്ച് ജീവിക്കുന്ന എല്ലാ കുടുംബ നാഥന്മാരോടും സംതൃപ്തമായ കുടുംബം സാധ്യമാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഞങ്ങൾ. സ്വാഭാവികമായും ഒരു ചോദ്യം അതിനെതിരായി വരാം. അങ്ങനെയല്ലല്ലോ ലോകത്ത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശിഥിലമായി കൊണ്ടിരിക്കുന്നത് കുടുംബ സംവിധാനമാണല്ലോ. അതാണല്ലോ ഇവിടെ തൊട്ടു മുമ്പ് അവതരിപ്പിച്ചത്. ഇനി ഇവിടെ ഒന്നുകൂടെ ഞാൻ ആ വിഷയം ആവർത്തിച്ചു പറയുന്നു. സംതൃപ്തമായ കുടുംബം സാധ്യമാണ് എങ്കിലൊരു ചോദ്യം, ആർക്കാണ് സംതൃപ്ത കുടുംബം സാധ്യമാവുക? ആരോഗ്യ ജീവിതം സാധ്യമാണ്, സാമ്പത്തിക ഭദ്രത സാധ്യമാണ്. ആർക്ക്? സമ്പത്ത് എന്താണെന്ന് അറിയണം, സമ്പത്ത് എന്തിനു വേണ്ടി ചെലവഴിക്കാവൂ എന്നറിയണം, സമ്പത്ത് ദൂർത്തടിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന തിരിച്ചറിവുണ്ടാകണം. ആരോഗ്യം എന്തൊക്കെ കൊണ്ട് കേടുവരുമെന്നറിയുന്ന ഒരാൾ, ആരോഗ്യം എന്തൊക്കെ കൊണ്ട് സംരക്ഷിക്കപ്പെടുമെന്ന് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ആരോഗ്യ ജീവിതം സാധ്യമാണെങ്കിൽ, സമ്പത്തിന്റെ ധാർമ്മികമായ വിനിയോഗത്തിലൂടെ ഭദ്രമായ ഒരു സാമ്പത്തിക ജീവിതം ഒരാൾക്ക് നയിക്കാമെങ്കിൽ, തീർച്ചയായും ധന്യമായ, സംതൃപ്തമായ, ഉജ്ജ്വലമായ, ആളുകൾക്ക് പ്രചോദനമാകുന്ന ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമാവുകയില്ലേ? എങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ മാനദണ്ഡങ്ങൾ എന്താണ്? ലോകമറിയുന്ന റഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യകാരനായിരുന്നു ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന വിഖ്യാതനായ, ഗാന്ധിയോളം ഭുവന പ്രശസ്തനായ ലിയോ ടോൾസ്റ്റോയ്. ഒരുപാട് ഡിഗ്രികൾ എടുത്ത് ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ സഹോദരിമാരിലും സഹോദരന്മാരിലും ഈ സദസ്സിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ലിയോ ടോൾസ്റ്റോയുടെ 80-ാമത്തെയോ 82-ാമത്തെയോ വയസ്സിൽ ഭാര്യയുമായി പിണങ്ങി, തെറ്റി, അസംതൃപ്തമായി അദ്ദേഹം വീട് വിട്ടിറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ചു ഒരുപാട് കുടുംബങ്ങൾ നന്നായിട്ടുണ്ട്. ലിയോ ടോൾസ്റ്റോയുടെ വിഖ്യാതമായ ഗ്രന്ഥമുണ്ട്, സ്ത്രീയും പുരുഷനും എന്ന ബുക്ക് അദ്ദേഹത്തിൻ്റെതാണ്. അതുപോലെ തന്നെ മതങ്ങളും സ്ത്രീകളും എന്നതും അദ്ദേഹത്തിന്റെ ചിന്താശകലങ്ങളാണ്. അന്ന കരീന പോലെയുള്ള വിഖ്യാതമായ ഗ്രന്ഥം ലിയോ ടോൾസ്റ്റോയുടേതാണ്. യുദ്ധവും സമാധാനവും എന്ന ഗ്രന്ഥം ലിയോ ടോൾസ്റ്റോയുടേതാണ്.
പക്ഷെ ദാമ്പത്യ ജീവിതം സംതൃപ്തമായിരുന്നില്ല, പരാജയമായിരുന്നു. ലോകം കണ്ട അനേക സാഹിത്യകാരന്മാരുടെ ദാമ്പത്യ ജീവിതം സമ്പന്നമായിരുന്നില്ല, ദരിദ്രമായിരുന്നു, അത് ശിഥിലീകരണമായിരുന്നു എന്ന് ലോകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സിനിമാ സ്ക്രീനിൽ അഭ്രപാളികളിൽ ഏറ്റവും നല്ല ഭാര്യയായി അഭിനയിച്ച പെണ്ണ് സ്വന്തം ഭർത്താവുമായി ഡൈവേഴ്സ് ചെയ്ത ആളാണ് എന്ന യാഥാർത്ഥ്യം സിനിമ കാണുന്ന എത്ര പേർക്കറിയാം? ഏറ്റവും നല്ല ഭർത്താവായി അഭിനയിക്കുന്ന ഒരാളുടെ യഥാർത്ഥമായ ജീവിതം സ്ക്രീനിന്റെ മുമ്പിലല്ലാത്ത, അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ കാണുന്ന ക്യാമറകളുടെ മുമ്പിലല്ലാതെ സ്വന്തം വീട്ടിൽ ശിഥിലീകരിക്കപ്പെട്ട, തകർന്നുപോയ, ആർക്കും മാതൃകയില്ലാത്ത ഹോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ ലോകം കണ്ട അനേക സിനിമാ നടന്മാരുടെ ജീവിതം വൻ പരാജയമാകാനുള്ള കാരണം എന്താണ്? ലിയോ ടോൾസ്റ്റോയ് ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞ് നടക്കുകയാണ്. 80-ലധികം വരുന്ന കിലോമീറ്ററുകൾ ഇനി ഭാര്യയുടെ കൂടെ ജീവിക്കില്ല എന്ന് തീരുമാനിച്ച് അറിയപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ക്ഷീണിച്ചവശനായി വാർദ്ധക്യത്തിൽ 82 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരിച്ചു വീഴുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർക്കണം, ലിയോ ടോൾസ്റ്റോയ് ഒരു കഥാപാത്രമല്ല, ലോകത്ത് ജീവിച്ച ഒറിജിനലായ തീത്തുപ്പുന്ന വാചകങ്ങളെ കൊണ്ട് അനുഗ്രഹീതനായ ഒരു മഹാസാഹിത്യകാരൻ ആ റെയിൽവേ സ്റ്റേഷനിൽ മരിച്ചു വീഴുകയും പിറ്റേന്ന് പ്രഭാതത്തിൽ റെയിൽവേ സ്റ്റേഷൻ തൂത്തുവാരുന്ന തൂപ്പുകാരൻ നോക്കുമ്പോൾ മഞ്ഞിൽ പൊതിഞ്ഞ് ഒരു മയ്യത്ത് കിടക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. ഐസിൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു മയ്യത്ത്. ഐസ് മാന്തി നോക്കുമ്പോൾ വിഖ്യാതനായ ശാസ്ത്രകാരൻ ലിയോ ടോൾസ്റ്റോയ് ആയിരുന്നു അത്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട 9 ഭാര്യമാരുടെ കൂടെ ദാമ്പത്യ ജീവിതം പങ്കുവെച്ച മഹാരഥനായ പ്രവാചക ചക്രവർത്തി ലോകത്തോട് വിട പറയുന്നത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് സംതൃപ്തമായ വിശ്വാസ സംഹിതകളെ ലോകത്തിന് പഠിപ്പിച്ചുകൊണ്ടാണ് എന്ന ഉജ്ജ്വലമായ യാഥാർത്ഥ്യം എത്ര പേർക്കറിയാം? ആ പ്രവാചക തിരുമേനി ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുറഹ്മാന്റെ കയ്യിലെ അറാഖിന്റെ കൊള്ളിയിലേക്ക് നോക്കിയപ്പോ ആയിഷ ബീവി പ്രവാചകന്റെ കാതിന് നേരെ ചുണ്ട് വെച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങൊന്നിന് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. അതേ എന്ന് ആംഗ്യം കാണിച്ചു പ്രവാചക തിരുമേനി. ആ ബ്രഷ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അറാഖിന്റെ കൊള്ളി വാങ്ങി ആയിഷ ബീവിയുടെ വായിലിട്ട് പരുവപ്പെടുത്തി കടിച്ചും ആർദ്രവമുള്ളതാക്കി തന്റെ ഭർത്താവിന് കൊടുത്തിട്ട് ആയിഷ ബീവി ലോകത്തോട് പറയുന്ന ഒരു വാചകമുണ്ട്, സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ സമ്മേളനം അതിന്റെ ചരിത്രപരമായ യാഥാർത്ഥ്യം നിർവഹിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ എറണാകുളത്ത് ഈ സമ്മേളനത്തിൽ ശ്രീമൂല നഗരം എന്ന് പറയുന്ന പ്രൗഢമായ മുജാഹിദുകളുടെ ഇന്നലകളുടെ ചരിത്രമോർക്കുന്ന ഈ മണ്ണിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആയിഷ ബീവി ലോകത്തോട് വിളിച്ചു പറയുന്നു, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് ലോകം വിളിച്ചു പറഞ്ഞ ഉജ്ജ്വലനായ പ്രവാചകന്റെ കൂടെ വളരെ കുട്ടിക്കാലത്തെ ജീവിതം തുടങ്ങിയ ആയിഷ ബീവി പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണ് എന്നാണ്. എന്റെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് എന്റെ വായിലെ ഉമിനീരും പ്രവാചക തിരുമേനിയുടെ വായിലെ ഉമിനീരും ഒന്ന് ചേർന്നുകൊണ്ടാണ് ലോകഗുരു ലോകത്തോട് വിട പറഞ്ഞത് എന്ന് പറയുന്നതിനേക്കാൾ സംതൃപ്തമായ ഒരു ദാമ്പത്യ ജീവിതം ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചവരാരുണ്ട്? 260 കോടിയിലധികം വരുന്ന യേശുവിനെ അനുധാവനം ചെയ്യുന്ന ക്രൈസ്തവർ ലോകത്തുണ്ടെങ്കിലും തന്റെ ഭാര്യയുമായി യേശു എങ്ങനെ ജീവിച്ചു എന്ന്, തന്റെ മകളുമായി ലോകത്ത് എങ്ങനെ ജീവിച്ചു എന്ന്, തന്റെ മരുമകനോട് യേശു എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ലോകത്ത് രേഖപ്പെടുത്തപ്പെടുന്നില്ല എന്നതും ലോകത്ത് വരാനിരിക്കുന്ന ഒരു പ്രവാചകൻ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹ കസീറാ 33-ാം അധ്യായം 21-ാമത്തെ വചനത്തിലൂടെ പ്രവാചക തിരുമേനി ലോകത്തിന് മാതൃകയായി. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വിഷയം ഒന്നുകൂടി ആവർത്തിക്കുന്നു. സംതൃപ്ത കുടുംബം സാധ്യമാണ്. ആർക്ക് സാധ്യമാണ്? അള്ളാഹുവിനെ അറിയുന്നവർക്ക് സാധ്യമാണ് എന്നതാണ് ഈ സംഘടന കണ്ടെത്തുന്ന ഒന്നാമത്തെ ഉത്തരം. ആർക്കാണ് സംതൃപ്ത ജീവിതം ലഭിക്കുന്നത്? താൻ ആരാണെന്നും താൻ എവിടെ നിന്ന് വന്നു എന്നും താൻ ഒരു ബീജഗണമായിരുന്നു എന്നും തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ ഒരു കണമായിരുന്നു എന്നും, അതെ, അലം നകുനു ചുഫതം മിൻ മനിയ്യിൻ യുംനാ സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വാ ഫജഅല മിൻഹു സൗജൈനി الذكر والأنثى أليس ذلك بقادر
അലാ അയ്യുഹിയ്യൽ മൗത. ഖുർആനിന്റെ 75-ാം അധ്യായം സൂറത്ത് ഖിയാമ 36 മുതലുള്ള വാചകം വായിച്ചാൽ, അല്ല മനുഷ്യരെ, നിങ്ങളങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന പ്രൗഢമായ ഈ ചോദ്യം. എന്നിട്ട് ചോദിക്കുന്നത്, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തിലെ കോടിക്കണക്കായ ബീജഗണങ്ങളിലെ 2 മില്ലിലിറ്റർ ഇന്ദ്രിയത്തിലെ കോടിക്കണക്കായ ബീജഗണങ്ങളിലെ ഒരു ബീജമായിരുന്നില്ലേ നീ? സുമ്മ ഖലഖനൽ നുത്ഫത അലഖ ഫഖലഖനൽ അലഖത മുദാ ഫഖലഖനൽ മുദാത ഇദാമ ഫകസൗനൽ ലിലാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ നാഹർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ ഖലഖൻ മിൻ ബാദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസിൻ ദാലികുമുല്ലാഹു റബ്ബുക്കും ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഖുലിഖ മിമ്മാ ഇൻദാഫിക് യഖ്റുജു മിൻ ബൈനി സുൽബി വത്വറായിബ്. അല്ലാഹു പറയാൻ, ഖുർആനിൽ തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയായിരുന്നു. ആ സെമിനൽ വെസിക്കിളിൽ നിന്ന്, വാരിയെല്ലുകളുടെ നെഞ്ചെല്ലുകളുടെ ഇടയിലെ സെമിനൽ വെസിക്കിളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചില്ലയോ? ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമാക്കിയില്ലയോ? ആ ബീജഗണത്തെ രക്തപിണ്ഡമാക്കിയില്ലയോ? ആ രക്തപിണ്ഡത്തെ മാംസപിണ്ഡമാക്കിയില്ലയോ? ആ മാംസത്തെ അസ്ഥിക്കൂടം കൊണ്ട് അനാവരണം ചെയ്തില്ലയോ? ആ അസ്ഥിക്കൂടത്തെ വീണ്ടും മാംസം കൊണ്ട് സുന്ദരമാക്കിയില്ലയോ? അഹ്സനു തഖ്വീമാക്കിയില്ലയോ എന്ന് ഖുർആൻ 39-ാം അധ്യായം 6-ാമത്തെ വചനം, 85-ാം അധ്യായം 5-6 വചനങ്ങൾ, 86-ാം അധ്യായം 6-7 വചനങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ 23-ാം അധ്യായം 12 മുതൽ 16 വരെ ഉള്ള വചനങ്ങൾ. എന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലകുമുസ് സമഅ വൽ അബ്സാർ. അതേ മനുഷ്യ, നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരുമ്പോൾ ഒന്നും അറിയാത്തവനായി ലോക ഫുട്ബോൾ ഗ്രൗണ്ടിലെ അനേക ഗോളുകൾ നേടിയ ഉന്നതനായ ലോകത്തിന്റെ യുവാക്കളുടെ സിരകളിലെ ഹരമായി മാറാത്ത ആളുകളായിരുന്നില്ലേ നിങ്ങൾ? ഹല്ലത്താ അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ് നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. സൂറത്ത് ഇൻസാനിൽ, സൂറത്ത് ദഹറിൽ പ്രസ്താവിക്കാൻ ഒന്നുമല്ലാത്ത ഒരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? നിന്റെ കൈകൾ നോക്ക്, നിന്റെ കാലുകൾ നോക്ക്, നിന്റെ കണ്ണുകൾ നോക്ക്, നിന്റെ ശരീരം നോക്ക്, നിന്റെ പാൻക്രിയാസ് നോക്ക്, നിന്റെ സെറിബെല്ലം നോക്ക്, നിന്റെ അന്തസ്രാവി ഗ്രന്ഥികൾ നോക്ക്, ഹ്യൂമൻ ഫിസിയോളജി പഠിച്ചു നോക്ക്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഖുർആന്റെ എന്ത് സുന്ദരമായ വിവരണമാണ്, എത്ര ഉജ്ജ്വലമായ വിവരണമാണ്. നിന്റെ ശരീരം അത്ഭുതങ്ങളുടെ കലവറയാൻ, അത്ഭുതങ്ങളുടെ കലവറയാൻ. 130 ഗ്രാം ഭാരമുള്ള കിഡ്നി അത്ഭുതങ്ങളുടെ കലവറയാണ്. അങ്ങനെ നിന്നെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ നിന്നോടൊരു കാര്യം പറയുന്നുണ്ട്. അതെന്താണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. രണ്ടും പരിചയമുള്ള അധ്യായമാണ്. ഒന്ന് സൂറത്ത് മുൽക്കിലാണ്, 60-ാം അധ്യായമാണ്, 2-ാമത്തെ വചനമാണ്. നിനക്ക് ജീവിതവും മരണവും സൃഷ്ടിച്ചത് ഏറ്റവും നല്ല പ്രവൃത്തി, ഉജ്ജ്വലമായ പ്രവൃത്തി, നന്മ നിറഞ്ഞ പ്രവൃത്തി അത് നിർവഹിക്കാനാണ് എന്ന് മലിക്കുൽ ജബ്ബാറായ റബ്ബ് പറയുന്നു. തീർന്നില്ല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഗ്വുൻ. അല്ലാഹ് പറയാൻ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് വിനോദമാണ് കേട്ടോ, കളിയാണ് കേട്ടോ, സമ്പത്തിന്റെ പേരിലുള്ള ഫഖ്റ് നടിക്കലാണ് കേട്ടോ, സന്താനത്തിന്റെ മേന്മ പറയലാണ് കേട്ടോ. അറിയണം, അഅ്സബൽ കുഫാറ നബാതുഹു. സൂറത്ത് ഹദീദിലെ 20-ാമത്തെ വചനമാണ്. സൂറത്ത് ഹദീദിലെ 20-ാമത്തെ വചനത്തിലൂടെ ഭൗതിക ലോകത്തിന്റെ നശ്വരതയും ആഖിറത്തിന്റെ ബൽ തുസിറൂനൽ ഹയാത്തുദ് ദുനിയാ വല്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖാ എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഈ ദുനിയാവ് നശ്വരമാണ്. 60 കൊല്ലമോ 70 കൊല്ലമോ മോഡേൺ സയൻസ് പറയുന്ന പോലെ കൂടിയാൽ 120 കൊല്ലമോ ജീവിക്കുന്ന ഈ ഭൗതിക ലോകത്തെ ജീവിതം ഒരിക്കലും മരണമില്ലാത്ത നിതാന്തമായ മരണാനന്തര ജീവിതം. ആരാണ് അല്ലാഹു എന്ന ചോദ്യത്തിന് വീണ്ടും അല്ലാഹു പറയുന്നത്, അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും സുമ്മ ഇലൈഹി. അല്ലാഹ് പറയാൻ, അതേ സുമ്മ യുമീതുകും സുമ്മ യുഹീകും. അല്ലാഹ് പറയുന്നത് 30-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ പറയുന്നത്, അല്ലാഹു ആണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ട് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകി. അതുപോലെ പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കുന്നു, പിന്നീട് അവൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അതെ,
ഈ കാര്യത്തിൽപ്പെട്ട ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു ദാലിക്, ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ഇവരാരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ ഫഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅൻബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 10-11 വചനം. അല്ലാഹ് ചോദിക്കുകയാണ്, അല്ല ആകാശം കണ്ടോ? എന്തെങ്കിലും ഒരു തൂണുണ്ടോ? ഈ പന്തലിന് തൂണുകളുണ്ട്, ആകാശത്തിന് തൂണുകളുണ്ടോ? അതേ മൗണ്ടൈൻസ്, പർവ്വതങ്ങൾ നിങ്ങളെയും കൊണ്ടളകാതിരിക്കാൻ വധതുകളാക്കി, ആണികളാക്കി പർവ്വതങ്ങളെ അൻസല മിനസ് സമാഇ മാഅ, മഴ ചൊരിഞ്ഞു തന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോ അതിശക്തമായ മഴയായിരുന്നു, അതിശക്തമായ മഴ. ഒരല്പസമയം അതെ ഈ മഴയില്ലാതെ വെള്ളമില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നു എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നമുക്ക് സമ്മേളനമുണ്ടത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ റബ്ബിന്റെ തീരുമാനത്തിന് വിധേയനാകാനും റബ്ബിന്റെ തീരുമാനത്തെ കുല്ലം യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് സൂറത്ത് തൗബയിലെ 12-ൽ പറഞ്ഞ പോലെ എല്ലാം അല്ലാഹുവിന്റെ വിധി എന്ന് കരുതുന്നവർക്ക്, എല്ലാം അല്ലാഹ് തീരുമാനിച്ചത് എന്ന് കരുതുന്നവർക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇല്ല. അവരൊരിക്കലും പതറിപ്പോവില്ല, അവർ ഭാര്യയോട് മോശമാവില്ല, അവർ മക്കളോട് മോശമാവില്ല, അവർ അയൽവാസികളോട് മോശമാവില്ല. വാഖിദിൽ ഖുർബാ ഹഖഹു വൽ മിസ്കീൻ വബിനുസ് സബീൽ വലാ തുബദ്ദിറു തബ്ദീറാ, അവർ കുടുംബങ്ങളെ സ്വത്ത് ചെലവഴിക്കുമ്പോ മൂത്താപ്പയെ എളാപ്പയെ ബാക്കിയുള്ളവരെ എല്ലാം അവർ കൃത്യമാകും. നോക്കൂ, നിങ്ങൾ പ്രവാചകന്മാരുടെ പ്രബോധനം ആ അല്ലാഹുവിലേക്കായിരുന്നു. ആ അല്ലാഹുവിനെ മനസ്സിലാക്കാത്തവർക്ക് സംതൃപ്തി ഉണ്ടാവില്ല. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹ് ബിഇദ്നി വസിറാജൻ മുനീറാ. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് വളരെ ഗൗരവമായ കാര്യമാണ്. ഓ നബിയേ, താങ്കളെ ഷാഹിദായി നദീറായി ലോകത്തേക്ക് അയച്ചത് ഈ ഒരു വലിയ യാഥാർത്ഥ്യത്തിന് വേണ്ടിയാണ്. ഏത് യാഥാർത്ഥ്യം? വദാഇയൻ ഇലല്ലാഹ്. എറണാകുളം മാത്രമല്ല, കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട്, കേരളത്തിലെ 1 കോടിയിലധികം വരുന്ന മുസ്ലിമീങ്ങളോട്, ഇന്ത്യയിൽ വരുന്ന 130 കോടി മനുഷ്യരോട്, ലോകത്തിലെ 800 കോടി മനുഷ്യരോട് നമുക്ക് പറയാൻ ഈ ലോകത്തിന്റെ സിട്ടാവിലേക്ക് മടങ്ങി വാ എന്ന കാര്യമാണ്. ഇനി നിങ്ങൾ ആലോചിച്ചേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഹദാ ബലാഉൽ ലിന്നാസ് വലിയുംദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ് വലിയതദക്കറ. അല്ലാഹു സൂറത്ത് ഇബ്രാഹിമിന്റെ അവസാന ഭാഗമാണ്. ഏ നബിയേ, ജനങ്ങളെ ക്ഷണിക്കണം, അവരറിയണം, വലിയ അലമോ, അവർ മനസ്സിലാക്കണം അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന്. നോക്കൂ, നിങ്ങൾ അസംതൃപ്തരായി ജീവിച്ച അറബികൾ, ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ജീവിച്ച അറബികൾ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, സൂറത്ത് അൻആം 6-ാം അധ്യായം 93 മുതലുള്ള വചനം. അല്ലാഹനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കാത്ത അവർ പിന്നീട് റബ്ബിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കി. ഫസാദുഹും ഈമാനാ, അവർക്ക് ഈമാൻ ഉണ്ടായി. ഫഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. വനിഅമൽ വക്കീൽ, 3-ാം അധ്യായം 173-ാമത്തെ വചനം. അതെ, ഇതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനമായ കാര്യം. ഈ റബ്ബിൽ ആര് വിശ്വസിച്ചുവോ അവർ നന്നാകും. ഈ റബ്ബെന്നെ കാണുന്നു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പതിസ്ഥാനത്തിൽ എന്റെ റബ്ബ് കാണുന്നു. അലം യഅലം ബി അന്നല്ലാഹ യറാ, എന്റെ റബ്ബ് എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയുന്നവർ നന്നാകും. രണ്ടാമത്തെ കാര്യം, പരലോകം സത്യമാണ് എന്ന യാഥാർത്ഥ്യമാണ്. പരലോകം സത്യമാണ്. അംഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം 115-ാമത്തെ വചനം. അവിടെ അല്ലാഹ് ചോദിക്കുകയാണ്, അംഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അതല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മണ്ണോട് മണ്ണ് ചേരുമെന്ന്, ഈ മണ്ണിന്റെ ഭാഗമാകുമെന്ന്? വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ സുമ്മ യുഗീദുകും ഫീഹാ വയുഖ്രിജുകും മിഖ്റാജാ വല്ലാഹു ജഅല ലകുമുൽ അർള ബിസാതാ അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ
അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. 78-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനം, 23-ാം അധ്യായം 115-ാമത്തെ വചനം, 75-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനം. ഈ ആയത്തറിയാൻ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്താണെന്ന് അറിയുമോ? ആ പശ്ചാത്തലം അറബികളിൽപ്പെട്ട നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, മരണാനന്തര ജീവിതമില്ലെന്ന് പറഞ്ഞവർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു കിടക്കുന്ന ശ്മശാനത്തിലെ ഒരേ എല്ലുപൊടി കയ്യിലെടുത്ത്, അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ, എല്ലുപൊടി കയ്യിലെടുത്ത് അതിങ്ങനെ കയ്യിലിട്ട് നുരുമ്പി എന്നിട്ട് നബിയുടെ മുഖത്തേക്ക് വെച്ച് അങ്ങ് ഊതിക്കളഞ്ഞ് അന്തരീക്ഷത്തിൽ പാറിപ്പറന്നിട്ട് ചോദിക്കാണ്, ഈ എല്ലുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ? അപ്പോഴാ ചോദിക്കുന്നത്, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. നിങ്ങളെ വിരൽക്കൊടികൾ വ്യത്യസ്തമായി, ഫിംഗർ പ്രിന്റ് അത് വ്യത്യസ്തമാക്കിയ ലോകത്തൊരൊറ്റ മനുഷ്യന്റെ ഫിംഗർ പ്രിന്റുമായി ലോകത്ത് മറ്റൊരാളുടെ ഫിംഗറിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ സൃഷ്ടിച്ച റബ്ബ് നുരുമ്പിയ എല്ലുകളിൽ നിന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനല്ലയോ എന്ന ചോദ്യത്തിലൂടെ മരണാനന്തര ജീവിതത്തിന്റെ സത്യതയെ അല്ലാഹു അരക്കെട്ടുറപ്പിക്കുകയാണ്. നോക്കൂ, അല്ല ചോദിക്കാണ്, അതല്ല മരണപ്പെട്ടവരെയും ജീവിച്ചിരിക്കുന്നവരെയും ഒരേപോലെയാക്കുമോ? അവരുടെ മരണവും ജീവിതവും ഒരേപോലെയാക്കുമോ? അന്നജഅലുല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് കൽമുഫ്സിദീന ഫിൽ അർദ് അന്നജഅലുൽ മുത്തഖീന കൽഫുജ്ജാർ. നന്മ ചെയ്തവരെയും തിന്മ പ്രവർത്തിച്ചവരെയും ഒരേപോലെ ആക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് വല്ലാത്തൊരു ചോദ്യമാണ്. അങ്ങനെ ലോകത്തിന്റെ മരണാനന്തര ജീവിതത്തിന്റെ സത്യതയെ വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമാണോ? മരണാനന്തര ജീവിതത്തിൽ റബ്ബിന്റെ മുമ്പിലെത്തിയിട്ട് ഭൂമുഖത്തേക്ക് ഇനി നന്നായി കളയാം എന്നൊരു തിരിച്ചുപോക്ക് സാധ്യമാണോ? അള്ളാഹു പറയാണ്, വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായത്തിലൂടെ 61-ാമത്തെ വചനത്തിലൂടെ പറയാണ്, ഈ ഭൂമുഖത്ത് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന തോന്നിയാസത്തിനനുസരിച്ച് അല്ല നിങ്ങളെ ശിക്ഷിക്കുകയാണെങ്കിൽ ഈ ഭൂമുഖത്ത് ഒരെണ്ണവും, അതാണ് വലാകിൻ, അല്ല പറയുന്ന ഒരു നിശ്ചിത സമയം വരെ ഇലാജലിൻ മുസമ്മ എന്ന് ഫൈദാ ജാഅജലുഹും ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖദിമൂൻ. ഈ ഭൂമുഖത്ത് നിങ്ങൾക്ക് ഒരു അവധി നിശ്ചയിച്ചാൽ ആ അവധി എത്തിയാൽ ഒരാളെയും എന്റെ നാട്ടിലെ പള്ളിയിൽ സെക്രട്ടറി ആയിരുന്ന എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖ, അദ്ദേഹം രാത്രി 8 മണിക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഷട്ടിൽ ടൂർണമെന്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കളിച്ചു കഴിഞ്ഞ് തൊട്ടടുത്തിരിക്കുന്ന കസേലയിൽ ഇരുന്ന് തന്റെ കൂട്ടുകാരോട് വർത്താനം പറയുന്നതിനിടയിൽ കസേലയിലേക്ക് ചരിഞ്ഞ് അദ്ദേഹം മരിക്കുന്ന രംഗം CCTV-യിൽ കണ്ടവരാണ് ഞങ്ങളുടെ നാട്ടുകാർ. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എന്റെ പള്ളിയുടെ സെക്രട്ടറിയായ ആ സ്ഥാനത്ത് അദ്ദേഹം ഇല്ല. കഴിഞ്ഞ ദിവസങ്ങൾക്കപ്പുറത്ത് ഈ ലോകത്തോട് അദ്ദേഹം മരണപ്പെട്ടു. ഈ ലോകത്ത് നിന്ന് അദ്ദേഹം വിട പറഞ്ഞു. നമുക്കും പറയാനുണ്ടാകും ഏറെ അനുഭവങ്ങൾ, ആ രൂപത്തിലുള്ള ഏറെ അനുഭവങ്ങൾ. ഒരു നായിക അല്ല നമ്മളെ എത്തിക്കുകയില്ല. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും. അല്ല പറയാൻ സൂറത്ത് മുനാഫിഖൂനിലെ 10, 9, 10, 11 വചനങ്ങളിലൂടെ അല്ല നമ്മളെ പഠിപ്പിക്കാൻ ഒരു സമയത്തെ ഞങ്ങൾ പിന്തിച്ചിടൂല. നിങ്ങളുടെ ദുനിയാവും നിങ്ങളുടെ മക്കളും അള്ളാഹുവിനെ തൊട്ട് അവന്റെ ഓർമ്മകളെ തൊട്ട് നിങ്ങളെ മറപ്പിച്ചു കളയാതിരിക്കട്ടെ എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വഖാലല്ലദീന തുബിയു, അല്ലെ നോക്കൂ, പിന്തുടരപ്പെട്ട ആളുകൾ, അതായത് നേതാക്കന്മാരെ പിന്തുടരപ്പെട്ട ആളുകൾ റബ്ബിന്റെ കോടതിയിൽ വന്നിട്ട് പറയുന്നത്, ഞങ്ങളുടെ ദുനിയാവിലേക്കൊന്ന് മടക്കിയാൽ ഞങ്ങൾ നല്ല മനുഷ്യരായിട്ട് ജീവിച്ചു കൊള്ളാമെന്നാണ്. അത് സാധ്യമല്ല എന്ന് പറയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹറം, ജാബിർ റളിയല്ലാഹുവിന്റെ ഉപ്പ, ഷഹീദായി റബ്ബുമായി മറയില്ലാതെ സംസാരിച്ച സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു ഹറം റളിയല്ലാഹു തആല. അദ്ദേഹം അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നത്, പടച്ചോനെ ദുനിയാവിലേക്ക് ഒന്ന് മടക്കിത്താന്ന്. അപ്പൊ പറഞ്ഞു, ഷഹീദുകൾക്ക് എല്ലാ ആനുകൂല്യവും ഉണ്ട്,
പക്ഷെ ദുനിയാവിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചുപോക്ക് സാധ്യമല്ല സഹോദരങ്ങളെ. പിന്നെയോ നാം ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്ക്, ഒരു സ്വഹാബ വനിതയുടെ മടിയിൽ തലവെച്ച് കിടന്ന് പൊട്ടി കരയുകയാണ്, വിങ്ങിപ്പൊട്ടി കരയുകയാണ്. ഭർത്താവിന്റെ കരച്ചിൽ കേട്ട് ഭാര്യ കരയുന്നു. ഭാര്യയോട് ഭർത്താവ് ചോദിച്ചു, ഞാൻ കരഞ്ഞതിനൊരു കാരണമുണ്ട്, നീ എന്തിനാ കരഞ്ഞത്? അപ്പൊ ആ പ്രാണപ്രേയസി ഭർത്താവിനോട് പറയാണ്, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവനാണ്, നിങ്ങൾ കരയുന്നു, അത് കണ്ട് ഞാനും കരയുകയാണ്. നിങ്ങൾ എന്തിനാ കരഞ്ഞത് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ എന്തിനാണ് കരഞ്ഞതെന്നും നിങ്ങളുടെ കണ്ണുകളെ ഈറനണിയിച്ചത് എന്തിനാണെന്നും നിങ്ങളുടെ ഹൃദയം ഭയചകിതമായത് എന്തിനാണെന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കരഞ്ഞത് നിങ്ങളിൽ ഒരാളും തന്നെയില്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെയില്ല. ഒരു നബിയില്ല, ഒരു സ്വഹാബിയില്ല, എല്ലാവരും വരും ആ നരകത്തിന്റെ വക്കിൽ. അത് ഓർത്തിട്ട് കരയാണ്. അപ്പോ സൂറത്തുൽ ലൈലിലെ 14-ാമത്തെ വചനമാണ്, 92-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ലൈൽ. അതിൽ ചോദിക്കുന്നു, ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, എന്റെ ഉദാഹരണം ഒരു തീ കത്തിച്ചവനെ പോലെ. ആ തീയിലേക്ക് വണ്ടും പാറ്റകളും വരുമ്പോ അത് തടുത്തു നിർത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ അരക്കെട്ട് പിടിക്കുകയാണ്, നിങ്ങൾ എന്റെ കൈതട്ടി നരകത്തിലേക്ക്. അള്ളാഹുവിന്റെ റസൂല് രാത്രി എഴുന്നേറ്റ് എന്നിട്ട് പറയുന്ന ചില വാചകങ്ങളുണ്ട്. ആ ഒന്നിങ്ങനെയാണ്, അന്നാറു ഹഖ്കുൻ അൽ ജന്നത്തു ഹഖ്കുൻ യാ ആയിഷ, സ്വർഗ്ഗം സത്യമാണ് ആയിഷ, നരകവും സത്യമാണ്. നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനോളം നരകം നിങ്ങളോടൊപ്പമുണ്ട്, സ്വർഗ്ഗം നിങ്ങളോടൊപ്പമുണ്ട്. വന്നാറു മിസ്ലു ദാലിക്, നരകവും അങ്ങനെ തന്നെയാണ്. ഇനി നരകത്തിന്റെ ഭയാനകത വിവരിക്കുന്ന ഒരധ്യായം സൂറത്തുൽ മആരിജ് 7 മുതലുള്ള വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. യസ്അലു, നോക്കൂ, അല്ലാഹ് പറയണം, വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബശ്ശറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ നദാബി യൗമീദിൻ ബിബനീഹി വസ്വാഹിബതിഹി വാഖി വവസീലതിഹി അല്ലതി തുഖ്വീം വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. ഈ അധ്യായം ഒന്ന് ഓതണം. ഈ പൂക്കിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു കോട്ടക്കല്. അവിടെ ഒരു ബസ് അപകടം ഉണ്ടായി. ബസ്സിന്റെ ഡീസൽ ടാങ്ക് കത്തി, ബസ് കത്തി ചാമ്പലായി. അതിലൊരു സെൽഫിയായ ഒരു മനുഷ്യൻ അയാളെ ഭാര്യനെ പിടിച്ചിട്ട് പുറത്തോട്ട് എറിഞ്ഞു, രക്ഷപ്പെടാൻ, തീയിൽ നിന്ന് രക്ഷപ്പെടാൻ. അദ്ദേഹത്തിന്റെ പിഞ്ചു പൈതലുണ്ടായിരുന്നു. ആ പൈതലിനെയും എടുത്ത് അദ്ദേഹം പുറത്തേക്ക് ഇട്ടു. സ്വയം അഗ്നിജ്വാലകൾ വാരിപ്പുണർന്ന് അദ്ദേഹം മരിച്ചു. അഥവാ അദ്ദേഹം അഗ്നിക്കിരയായി. ആ ബസ് അപകടത്തിൽ അദ്ദേഹം മരിച്ചു. ഈ രംഗം മനസ്സിലെല്ലാരും ഒന്ന് കൊണ്ടുവന്നേ. എന്നിട്ട് ഇതേ മനുഷ്യനെ കുറിച്ചും ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കുറിച്ചും അള്ളാഹ് പരലോകത്ത് എന്താ പറയുന്ന അറിയുള്ളത്? നോക്കൂ, വല്ലാത്തൊരു വാക്ക്. ഒരു ഉറ്റ ബന്ധുവും ഒരു ഉറ്റ ബന്ധുവിനോടും ഒന്നും ചോദിക്കുകയില്ല. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുക, എന്ത് ഈ ഉറ്റ ബന്ധു മറ്റൊരാളെയും കാണാത്തത് കൊണ്ടാണോ? അല്ല, മൂവാറ്റുപുഴ സോണിലാണ് ആഖിറത്തിൽ എല്ലാരും നിൽക്കുക. ആലുവ സോണിലാണ് എല്ലാരും അശ്റയിൽ നിൽക്കുക. ബാലുശ്ശേരിയുടെ സോണിൽ നിങ്ങൾ വരേണ്ടി വരില്ല. ഓരോരുത്തരെയും ഓരോ സോണിൽ അല്ല നിലനിർത്തും. എന്നിട്ട് മൂത്താപ്പ എല്ലാവർക്കും പരസ്പരം കാണാം. പക്ഷെ അവർക്ക് മിണ്ടാൻ കഴിയില്ല, അവര് മിണ്ടൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവരെന്ത് ചെയ്യില്ല? അവർ പരസ്പരം മിണ്ടൂല, അവർ കാണിക്കപ്പെടും. എന്നിട്ടോ ഈ മനുഷ്യൻ പറയാണ്, പൂക്കിപ്പറമ്പിൽ ഭാര്യനെയും മകനെയും രക്ഷപ്പെടുത്തി ഈ മനുഷ്യൻ പറയാണ്, എന്റെ ഭാര്യനെ നരകത്തിലിട്ടോ, എന്റെ മക്കളെ നരകത്തിലിട്ടോ, എന്നെ പാലൂട്ടി തേനൂട്ടി വളർത്തി ഉമ്മാനെയും ഉപ്പാനെയും നീ നരകത്തിലിട്ടോ, ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും നരകത്തിലിട്ടോ, പക്ഷെ പടച്ചോനെ എന്നെ രക്ഷപ്പെടുത്തിത്ത. അപ്പൊ എത്ര ഭീകരമായിരിക്കും. ഒട്ടകക്കൂട്ടങ്ങൾ ഛിന്ന ഭിന്നമാകുന്ന പോലെയാണ്. ചോദിക്കുന്നുണ്ട്, അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ فكذبنا فقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نأكل ما كنا في أصحاب السعير. ഖുർആനിലെ
മുൽക്കിലാണ്. 8, 9, 10 വചനമാണ്. നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കും മൂവാറ്റുപുഴക്കാരോട്, കോട്ടയക്കാരോട്, പെരുമ്പാമ്പുകാരോട്, ചങ്ങനാശ്ശേരിക്കാരോട്, ലോകത്തുള്ളവരോട്, അല്ല നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? അവർ പറയും താക്കീതുകാരൊക്കെ വന്നു, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഫാമിലി കോൺഫറൻസിന് ക്ഷണിക്കാനൊക്കെ വന്നിരുന്നു, ഞങ്ങളുടെ അതിനൊക്കെ കളവാക്കി പരിഹസിച്ചു, നിങ്ങൾ വഹാബികളാന്ന് പറഞ്ഞു. നിങ്ങൾ സത്യത്തിന്റെ ആൾ. എങ്ങോട്ടായിരുന്നു നമ്മളവരെ ക്ഷണിച്ചത്? അവരെ ക്ഷണിച്ചത് ഖുർആനിലേക്കായിരുന്നു, അവരെ ക്ഷണിച്ചത് സുന്നത്തിലേക്കായിരുന്നു. അന്ന് അവര് പറഞ്ഞത് സാദത്തന, നോക്കൂ മത്സരയിൽ പിന്നെ പറയാൻ സാദത്തന വഖുബ്റാന ഫഅദല്ലൂന സബീല, ഞങ്ങളുടെ സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും അനുസരിച്ചു, ഞങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ചില്ല. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലുന യാ ലൈതന, ഞങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ചില്ല. നേതാക്കന്മാരത് തൊണ്ട തൊടാതെ വിഴുങ്ങി ഞങ്ങൾ അങ്ങനെ ജീവിച്ചു പോന്നു. 33-ാം അധ്യായം 66 to 68 വരെയുള്ള വചന. അതുകൊണ്ട് തന്നെ നരകത്തിലേക്ക് ഒരിക്കലും പോകുന്ന പണി ഒരാളും എടുക്കരുത്. നരകത്തിലെത്തുന്ന ഏറ്റവും വലിയ കാര്യം ശിർക്കാണ്. ഇന്നഹു, അല്ലാഹു പറയാൻ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരിക്കലും പോവില്ല ശിർക്ക് ചെയ്തവൻ. മൊയ്തീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് വിളിച്ചവൻ, മമ്പർന്നങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞവൻ, 18,000 ലോകവും നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന റബ്ബിന്റെ റുബൂബിയത്ത് CM മടവൂരിന് വകവെച്ചവൻ ഒരിക്കലും സ്വർഗ്ഗത്ത് പോകില്ല. ഇനി ഏതാ സ്വർഗം? 55-ാം അധ്യായത്തിൽ നിന്ന് മാത്രം സ്വർഗത്തിന്റെ ഒരു വിവരണം. അവിടെ അല്ലാഹു പറയാൻ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ദവാതാ അഫ്നാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിമാ ഐനാനി തജ്രിയാൻ. അങ്ങനെ തുടങ്ങി ഒരുപാട് 2 സ്വർഗങ്ങളുണ്ട്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് 2 സ്വർഗത്തോപ്പുകളുണ്ട്. അപ്പോൾ ഇരുവിഭാഗത്തിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുക? പലതരം സുഖൈശ്വര്യങ്ങളുള്ള 2 സ്വർഗത്തോപ്പുകൾ നിങ്ങൾ. എന്നിട്ട് പറയുന്നു അവ രണ്ടിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന 2 അരുവികൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവ രണ്ടിലും ഓരോ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള ഈ 2 ഇനങ്ങൾ ഉണ്ടായിരിക്കും. എന്നിട്ട് പറയുന്നു അവർ ചില മെത്തകളിൽ ചാരിയിരിക്കും. ആ സ്വർഗത്തിലായിരിക്കും അവർ. ആ സ്വർഗത്തിൽ ഒരുപാട് ധാന്യങ്ങളും പച്ചക്കറികളും എല്ലാ ഫ്രൂട്ടുകളും എന്തവർ കൊതിക്കുന്നുവോ അത് മുഴുവനും അവിടെ ഉണ്ടായിരിക്കും. ആ സ്വർഗം, ആ നരകം, അതാണ് നമ്മൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളത്. ഇനി നമുക്കിതിലെ ഏറ്റവും പ്രധാനമായി അറിയാനുള്ള, വളരെ പ്രധാനമായി മനസ്സിലാക്കാനുള്ള കാര്യം, ഇവിടെ യുക്തിവാദികൾ, ഇവിടെ ലിബറലുകൾ, അവർ പല നിലയിലും ആളുകളെ സ്വാധീനിക്കുകയും ഈ ലോക ജീവിതമാണ് അടിച്ചു പൊളിക്കാനുള്ള ജീവിതം എന്ന നിലയിൽ അവരിവിടെ നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവിടെയാണ് ചില സത്യസന്ധമായ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തറിയപ്പെട്ട ഫ്രോയിഡ്, അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോ ഡോക്ടറോട് പറയുന്നു, എനിക്ക് എന്നെ അദ്ദേഹത്തെ മരിപ്പിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ, അതേപോലെ മെയ്സി കില്ലിംഗ് നടത്താൻ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ചിന്തകനായ VI ലെനിൻ എന്റെ കൂടെ സൈനൈഡ് കൊണ്ടുവെക്കൂ, ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആളാണ്. ഭൗതികമായ ഒരുപാട് ആദർശങ്ങൾ പ്രബോധനം ചെയ്തവർ ജീവിതത്തിൽ തോറ്റുപോയ ആളുകളാണ്. ജീവിക്കാൻ പ്രചോദനം നൽകിയ ഉജ്ജ്വലമായ ഒരു മതമാണ് തീർച്ചയായും അല്ലാഹു നമുക്ക് നൽകിയത്. ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി ഹിറ്റ്ലർ സ്വയം നിറവേച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നേരെ മറിച്ച് ആത്മഹത്യക്കെതിരെ, അതുപോലെ ജീവിതത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ലോകത്തോട് ആവശ്യപ്പെട്ടു. ഇസ്ലാം വിചാരണയുടെ ഒരു ധന്യമായ ദിനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തി. വിചാരണ വരാനുണ്ട്, അങ്ങനെ ഒരു ഹിസാബിന്റെ ദിവസം വരാനുണ്ട്. നിങ്ങളുടെ വലത് കൈയിൽ നിങ്ങൾക്ക് ഗ്രന്ഥം നൽകപ്പെടും. അന്ന് മനുഷ്യർ ഹലഖഅന്നി സുൽത്താനിയ, എന്റെ രാജാധികാരം എനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ, എന്റെ വിചാരണ എനിക്കില്ലായിരുന്നെങ്കിൽ. വിശുദ്ധ ഖുർആനിൽ 69-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വചനങ്ങളിൽ ഈ യാഥാർത്ഥ്യമാണ്. സുമ്മ അമാതഹു ഫഅഖ്ബറ, നിങ്ങൾ മരിച്ച് ഖബറിൽ ചെല്ലും. ആ ഖബറിൽ നിങ്ങൾക്ക് വിചാരണയുണ്ട്. അവിടെ ഒരു ബർസഖി ലോകമുണ്ട്. ആ ബർസഖി ലോകത്ത് നിങ്ങൾ വരും. ഈ ബോധമുള്ള സഹാബത്തിന്റെ ജീവിതം നിങ്ങൾ നോക്കൂ. ഈ ബോധമുള്ള ഖദീജത്തുൽ കുബ്രയുടെ ജീവിതം നിങ്ങൾ നോക്കൂ. ഈ ബോധമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കൂ. ലോകത്തോട് വിട പറയുമ്പോൾ സംതൃപ്തമായി മരിച്ചവരാണ് സഹാബത്ത്. മഹാനായ അബൂ ഹുറൈറ പറയുന്ന വാചകമാണ്, പാതയം വളരെ കുറവാണല്ലോ,
ഖബറിലേക്കുള്ള യാത്ര അടുത്തു നിൽക്കുന്നുവല്ലോ. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരെ പോലെ, ഒരു അപരിചിത പോലെ അബ്ദുല്ലാ നീ ഇവിടെ കഴിഞ്ഞുകൂടണമെന്നാണ്. ദി ട്രാവലർ ലേൺസ് ദാറ്റ് അബൌട്ട് ദി റോഡ് വൈൻഡ് അപ്പ് all the way from beginning to end. അതുകൊണ്ട് തന്നെ എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ സംതൃപ്തയാണ്, ഞാൻ സംതൃപ്തനാണ്. എന്റെ റബ്ബ് തരുന്ന എല്ലാറ്റിലും ഞാൻ സംതൃപ്തനാണ്. എനിക്ക് കുട്ടികളെ തന്നാലും എനിക്ക് സംതൃപ്തിയാണ്, എനിക്ക് കുട്ടികളെ തന്നില്ലെങ്കിലും എനിക്ക് സംതൃപ്തിയാണ്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. ഒരു വല്ലാത്ത തത്വമാണ്, സംതൃപ്തിയുടെ ഒരു വല്ലാത്ത തത്വം. അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നിങ്ങൾ എപ്പോഴും നിങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നോക്കണം. കൊട്ടാര സമാനമായ വീടുള്ളവരെ നോക്കി നെടുവീർപ്പിടരുത്. രണ്ട് കൈയും കാലും ഉള്ളവരെ നോക്കി നിങ്ങൾ നെടുവീർപ്പിടരുത്. ഒരു കാലും കയ്യും ഇല്ലാത്തവരുണ്ട്, രണ്ട് കണ്ണ് കാണാത്തവരുണ്ട്, ജീവിതത്തിൽ സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, ജീവിതത്തിൽ പലതുമില്ലാത്തവരുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, ഹിറ്റ്ലറിനും മുസോളിനിക്കും ഹാമാന്മാർക്കും നമ്രൂദുമാർക്കും ഫിറൗനമാർക്കും അബൂജഹലുമാർക്കും അള്ളാഹു കൊടുക്കാത്ത, ടാറ്റക്കും ബിർലക്കും അംബാനിക്കും അല്ല കൊടുക്കാത്ത ഒന്ന് നമുക്കുണ്ട്. അത് ഹിദായത്താണ്. ഇബ്രാഹിം നബിയുടെ ഉപ്പാക്ക് കിട്ടാത്ത, നൂഹ് നബിയുടെ ഭാര്യക്ക് കിട്ടാത്ത, നൂഹ് നബിയുടെ മകന് കിട്ടാത്ത, ലൂത്ത് നബിയുടെ ഭാര്യക്ക് കിട്ടാത്ത, മുഹമ്മദ് നബിയുടെ മൂത്താപ്പാക്കും എളാപ്പാക്കും കിട്ടാത്ത ഹിദായത്ത് തന്നവരാണ് ഈ സമ്മേളനത്തിന്റെ സ്റ്റേജിൽ ഇരിക്കുന്നവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരും നാളെ ഈ പ്രസംഗം കേൾക്കുന്നവരും ഇവിടെ ഇനി പ്രസംഗിക്കാൻ ഇരിക്കുന്നവരും എല്ലാം ആ സൗഭാഗ്യം ലഭിച്ചവരാണ്. നന്ദി കാണിക്കേണ്ടതില്ലേ? ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അതെ, അല്ലാഹുവിനോട് നന്ദി കാണിച്ചാൽ അല്ല നിങ്ങളോട് തീർച്ചയായും അതിനെ പ്രത്യുപകാരം ചെയ്യുന്നതാണ്. അതുപോലെ വൈദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിന്ന അദാബി ലശദീദ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നന്ദികേട് കാണിച്ചാൽ അവൻ നിങ്ങളെ കഠിനമായി ശിക്ഷിക്കും. നന്ദിയാണ് വേണ്ടത്. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ സമൃദ്ധമായ മഴ തരും, സന്താനങ്ങളെ തരും, അരുവികൾ ഒഴുക്കി തരും എന്ന് വിശുദ്ധ ഖുർആൻ 71-ാം അധ്യായം 10 മുതൽ 13 വരെ, 14-ാം അധ്യായം 7-ാമത്തെ വചനം, 2-ാം അധ്യായം 152-ാമത്തെ വചനം. ഇതിലെല്ലാം അല്ലാഹുവിനോട് നന്ദി കാണിക്കാൻ പറയുന്നു, പൊറുക്കലിനെ തേടാൻ പറയുന്നു. അങ്ങനെ പൊറുക്കലിനെ തേടുകയും റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓരോരുത്തരോടും ഇനി മുതൽ QHLS-ൽ ഞങ്ങൾ സമ്മേളിക്കുമെന്ന് നാം തീരുമാനിക്കണം. സഹോദരങ്ങളെ, ഈ സമ്മേളനത്തിന് വലിയൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത നിങ്ങളുടെ മുമ്പിലൂടെ വരുന്ന ബോക്സിൽ നിങ്ങൾ ഭംഗിയായി നിർവഹിക്കണം. അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ ഫലിയൻഫുസികും വമാ തുൻഫിഖൂന ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അത് നിങ്ങൾക്ക് ആഖിറത്തിൽ ലഭിക്കും. അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കരിക്കുകയും അല്ലാഹ് നൽകിയതിൽ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുക. തിജാറത്തുൻ ലദബൂർ, അതൊരു വലിയ കച്ചവടമായിരിക്കും. സഹോദരങ്ങളെ, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന് പറയുന്ന ഏറെ ശ്രദ്ധേയമായ ഒരു പ്രദേശത്ത് ഒരു വലിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മസ്ജിദിന്റെ, ദേവാ സെന്ററിന്റെ, റിലീഫ് ഫണ്ട് പ്രവർത്തനത്തിന്റെ, ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ 3-4 കോടിയുടെ വലിയൊരു പ്രൊജക്റ്റും അതിന്റെ പള്ളിപ്പണിയും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചോദിച്ച് മനസ്സിലാക്കി ആ സംരംഭത്തിന് സംഭാവന ചെയ്ത് സദഖത്തുൻ ജാരിയ ചെയ്ത് ഇദാ മാതൽ ഇൻസാനു ഇൻകത അമലു എന്ന വലിയ തത്വത്തെ അന്വർത്ഥമാക്കി ഖബറിൽ കിട്ടുന്ന പുണ്യമാക്കി സദഖയെ മാറ്റി അല്ലാഹുവിനെ നെഞ്ചോട് ചേർത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചോട് ചേർത്ത് വിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെട്ട് ആ ഖുർആൻ നമ്മളെ നയിക്കുന്നത് ഇന്നഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ആ നേരെ ചൊവ്വായതിലേക്കാണെന്നും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ആ ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമാണെന്നും, എം.എൻ. റോയി പറഞ്ഞ അത്ഭുതങ്ങളുടെ അത്ഭുതമാണെന്നും, ഗിബ്ബൻ പറഞ്ഞ അത്ഭുതങ്ങളുടെ അത്ഭുതമാണെന്നും ആ ഖുർആനിനെ നെഞ്ചിലേറ്റി ആ ഖുർആനിന്റെ സുന്നത്തിന്റെ പഠനം വീട്ടിൽ നടപ്പാക്കി അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ اغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.